അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് അമ്പലത്തിലോട്ടൊക്കെ പോവുകയാണ്. കാരണം നല്ല കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഈശ്വരൻ കൂടെ വേണം. ഞങ്ങൾ ഒരു റൊമാൻറ്റിക് കപ്പിൾസ് ആണല്ലോ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ശാന്തി പറയാ അങ്ങനെ അങ്ങനെ പറയണ്ട. ഗുഡ് മോർണിംഗ്. എങ്ങനെ എണീറ്റ് ഇപ്പൊ കറക്റ്റ് ആയിട്ട്? എന്നാ ഒച്ച കേട്ടിട്ടാ എണീറ്റത്? എന്ത് കേട്ടിട്ടായി എണീറ്റത്? നമ്മുടെ ഓരോ മോർണിംഗും ഇങ്ങനെയാണ് കേട്ടോ. ഇവളുടെ ഈ ചിരി കണ്ടിട്ടാണ് നമ്മൾ എണീറ്റ് വരുന്നത്. എണീക്കുമ്പോഴേ സാധാരണ കരയാറാണ്. ആമിച്ചനൊക്കെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ കരച്ചിലായിരുന്നു അവല്ലേ. ആ ഒരു പ്രായം ആയില്ല. ആമിച്ചന് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെയാണ് തോന്നല്ലേ? എണീറ്റ് ചിരി. എന്നാ എന്നാടാ ആരെ വെക്കണ്ടേ? പേടിപ്പിക്കുവാണോ രാവിലെ? വാ എണീച്ച് കുളിപ്പിച്ച വാ വാ ഇങ്ങോട്ട് നന്നു വാ. ഓ ഓ രാത്രി ഉറങ്ങിയില്ലേ സുഖമായിട്ട്? ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങിയോ? അയ്യോ ആരും പേടിപ്പിക്കില്ലേ രാവിലെ? വലിയാക്കി ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണമെന്ന് പറ. ഇവിടെ പേടിപ്പിക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ഇതൊന്നും അല്ല, കാണിച്ചു തരാവേ. അത് ആടിയാൻ പറ്റുമെങ്കിൽ ആടിയാൻ കേട്ടോ. പൂവേ സെമ്പൂവേ വാസൽ വരും വാസൽ എൻ വാസൽ പൂങ്കാവനം വായ്പേസിടും പുല്ലാങ്കുഴൽ. ചിരിച്ചേ അറ്റട് പോയിട്ട് ചിരിച്ചേടാ. കണ്ട ആ മോക്കം പോയില്ലേ? ഒരുക്കം പോയില്ലേടാ കണ്ട? ഒരച്ച പോയില്ലേടാ. രാവിലെ ഉറക്കം പോയി എണീറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ. വരുന്നുണ്ടോ ചുന്ദരി എണീറ്റ്? വിയാലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം രാവിലെ ഇപ്പോൾ കണ്ടല്ലോ ഇവിടെ എണീറ്റൊക്കെ വന്നത്. ഒരു തൊപ്പി നൈസായിട്ട് വെച്ച് കൊടുത്താണ്, പക്ഷേ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇന്നലെ നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഈ തൊപ്പിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വെച്ചു. ഹലോ 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 വെച്ചേ. ഹലോ 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 എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു പറഞ്ഞേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹലോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഹായ് കൊടുത്ത് ഹായ് കൊടുത്ത് ഹായ് ഹായ്. എല്ലാവർക്കും ഉമ്മ കൊടുത്തിങ്ങനെ ഉമ്മ 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 ഉമ്മ. എല്ലാം ഇങ്ങനെ ലേൺ ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അതായത് അവൾ ആ ലേൺ ചെയ്യുന്ന ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. അവളിപ്പോൾ നമ്മൾ ആമി ഇന്ന് കാണിക്കത്തില്ലേ, അതിപ്പോൾ അവള് കാണിക്കേ. എടുത്താലാ മോനെ, വേറെ എന്തെങ്കിലും എടുത്താലോ. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തു. ഇതായിട്ട് ഇത് നോക്കി. ഹായ് എല്ലാവർക്കും ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. അങ്ങനെ കാണിച്ചേ, ഹായ് കാണിച്ചേ. ഹലോ. അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് അമ്പലത്തിലോട്ടൊക്കെ പോവുകയാണ്. കാരണം നല്ല കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഈശ്വരൻ കൂടെ വേണം. അതിനുവേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു പുതിയൊരു തുടക്കമാണ്. അപ്പോൾ ഇനിയിപ്പം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോക്ക് നല്ല കുറവായിരുന്നു. അത് കുഞ്ഞിലെ തൊട്ടേ അതെ കേട്ടോ. അപ്പം നമ്മളെല്ലാ കാര്യത്തിലും പോസിറ്റീവ്. ഇപ്പോൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നവരും കൂടുതലും എല്ലാവരും പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. പക്ഷെ അവിടെ ഒരു പോസിറ്റീവ് നിറഞ്ഞൊരു സ്ഥലമാണ്. നമ്മുടെ ഈ ഞാനും വർഷത്തിൽ 1-2 ഒക്കെ പോകത്തുള്ളൂ. അപ്പോൾ ആ തവണയാണെങ്കിലും അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. നമ്മളെപ്പോഴും ഇറങ്ങുമ്പോൾ നല്ല പോസിറ്റീവായിട്ടാണ് തന്നെയാണ് തിരിച്ചിറങ്ങുന്ന. അമ്പലത്തിൽ നിന്നോ പള്ളിയിൽ നിന്നൊക്കെ ആണെങ്കിലും പോയിട്ട് വരുമ്പോൾ നല്ല ഒരു പോസിറ്റീവ് മൈൻഡോടെയാണ് നമ്മൾ ഇറങ്ങി വരാൻ നമുക്ക് പറ്റുന്നത്. അപ്പം ഇനിയിപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടി നോക്കണം.
നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ടിരുന്നാലേ ബാക്കിയുള്ളവരെയും പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റത്തുള്ളൂ. അപ്പം അല്ല മോനെ, പറ്റുന്ന ദിവസം ഇനിയും കൊണ്ടുപോകാം കേട്ടോ. പറ്റുന്ന ദിവസമൊക്കെ ഇനിയും കൊണ്ടുപോകും. ഇതിനെയും കൊണ്ടുപോകണേ ഇത്തിരി സമയം വേണം. നല്ല മോനെ, ഉറക്കം പോയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ കണ്ടതാണ്, എല്ലാവർക്കും കൂടെയൊക്കെ ഇഷ്ടപ്പെട്ടാണ്. അത് നിങ്ങളൊക്കെ ആയിട്ടൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് പറഞ്ഞ് കൺഫേം ആക്കി നമുക്ക് നമ്മുടെ കോൺട്രാക്ടറൊക്കെ ആയിട്ട് സംസാരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കില്ലേ കുഞ്ചൂസേ? കുഞ്ചൂസ് അവിടെ റെഡി ആവുന്ന കേട്ടോ, എന്നിട്ട് കുഞ്ചൂസിനെ അടിക്കാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലെന്ന് ചോദിച്ചാലോ? ശരി അങ്ങോട്ട് പോയാലോ നമുക്ക്? ഇവിടെ ഇത് ഞാൻ തന്നെയാണോ നോക്കുന്നുണ്ട്? ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. അത് ഉറക്കം പോയിട്ടില്ല. എന്നാന്നറിയാം, ഇവക്ക് ഒരു 11 മണി വരെയൊക്കെ കിടക്കണം. അതായത് ഇവളീ രാത്രി ഒന്നും ഉറങ്ങത്തില്ലല്ലോ. അപ്പം അങ്ങനെ അങ്ങ് വെളുപ്പിനെയാണ് ഒരു 5 മണി തൊട്ട് ഒരു 11 മണി വരെയാണ് അവളുടെ ഉറക്ക സമയം. ആ സമയം സുഖമായിട്ട് കിടന്നുറങ്ങണം, ആരും ഡിസ്റ്റർബ് ചെയ്യില്ലേ. ഇപ്പം ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദേഷ്യമാകും കേട്ടോ. അവളെ കെട്ടിപ്പിടിച്ച് തന്നെ നമ്മൾ കിടക്കണം. ഒന്നെങ്കിൽ എൻ്റെ കൈ വേണം, അല്ലെങ്കിൽ അവളുടെ കൈ വേണം. ഇത് രണ്ട് ഇല്ലെങ്കിൽ അന്നേരം എണീക്കുകയും ചെയ്യും. ഉറക്കം വന്നിട്ട് അടി. ഓ എൻ്റെ അമ്മോ, നമ്മൾ ആമി ചേച്ചി കൊണ്ടുവന്നില്ല. ആമി ചേച്ചി എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ഒരാളാണ് കേട്ടോ. ആമി ചേച്ചി നമ്മളെ പോലെയല്ല, നല്ല കൊച്ചാണ്. അവളും അവളുടെ അച്ഛയും എല്ലാ ദിവസവും പറ്റുന്ന എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. അത് രാവിലെ നമ്മൾ വരുമ്പോൾ ചന്ദനമൊക്കെ വലിയ ചന്ദനവും ഉറിയൊക്കെ തൊട്ടിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ ആമിച്ചൻ. മിക്ക ദിവസം അച്ഛനുള്ള ദിവസവും അച്ഛൻ ലീവ് എടുക്കുന്ന ദിവസങ്ങളിലും എല്ലാം ആമിച്ചനെ അമ്പലത്തിൽ കൊണ്ടുപോകും. അച്ഛൻ അങ്ങ് നടന്നങ്ങ് പോകും രണ്ടുപേരും കൂടെ അല്ലേ? അപ്പോൾ ആമിച്ചേച്ചി ഇപ്പോൾ ഒന്ന് എണീറ്റ് വന്നായിരുന്നു. അപ്പോൾ വീണ്ടും ഉറങ്ങാനായിട്ടുള്ള ശ്രമത്തിലാണ്. താഴെ ഉടുപ്പ് ചേച്ചിമാന്ന് തുടങ്ങാണ്ട്. അപ്പം പറഞ്ഞില്ലേ മറിയാമേ ടേസ്റ്റാണ്. ഒരിക്കും എനിക്ക് മൊട്ടത്തല എല്ലാരെയും കാണിക്കുന്ന ഇഷ്ടം. പാത്തിച്ചോ? എന്നറിയോ, പ്രാവുകളെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷം. അപ്പൊ മനസ്സെല്ലാം നല്ല പോസിറ്റീവായിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പോസിറ്റീവാണ്. നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മളിനി ഗണപതി ഹോമത്തിനും ഭഗവതി സേവയ്ക്കുള്ള രസീതെല്ലാം എടുത്തിട്ട് പോയി നാളെ രാവിലെയാണ് ചെയ്യുന്നത്. ചേട്ടോണ്ട് നോട്ടം കഴിക്കേ എന്നറിയാം, വലിയ ഗോപുരമൊക്കെ. വലിയ ഗോപുരമൊക്കെ എന്റെ മൂത്താളെ എണീറ്റില്ലേ? ആണോ? സ്കൂൾ കാറില്ലല്ലോ അല്ലേ, രണ്ടുപേരും കൊണ്ടല്ലേ. എന്ന് കിട്ടും മോനെ കാറ്? 2 ദിവസം എടുക്കും. ആണല്ലേ? ഞാൻ അറിയാമോ എപ്പോഴും അമ്പലത്തിൽ പോകുന്നുണ്ട്. സുന്ദരി ചോപ്പൊടി വേണ? കടിക്കരുതേ, കടിക്കരുത്. മിഠായി ആയിട്ട് വേണമെന്ന് ഓർത്താ.
താന്നാ പറഞ്ഞേ. താ മേടിച്ചോ. ആ താ തന്നു. ആഹാ ദേഹ പറയും പാട്ട് പാടാൻ പറഞ്ഞാലോ. മോനൊരു പാട്ട് പാടിക്കേ. ഏകാമ്മ മോനെ ഒരു പാട്ട് പാടിക്കേ. ഒരു പാട്ട് പാടിക്കേ രച്ചുകുട്ടി. ഏകാമ്മ പറയണം പാട്ട് പാടാൻ. ഒരു പാട്ട് പാടിക്കേ. ചോപ്പൂടിയാണോ? കൊച്ചേക്ക് കൊച്ചേക്ക്. ആ താങ്ക് യു. താങ്ക് യു. ഞാൻ ഉറങ്ങാൻ പോവാന്ന് പറ. ടാറ്റ. അപ്പൊ നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് വീടിന് വേണ്ടി കട്ട ചുമക്കാൻ വേണ്ടി പോകണമായിരുന്നു. കുഞ്ഞൂസിനെ ചോദിക്കാന്നൊക്കെ വെച്ച് പോകാന്നൊക്കെ വിചാരിച്ചെടുത്താണ്. പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല. നമുക്ക് വേറെ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് വീണ്ടും കോട്ടയത്തിനൊക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ നമ്മൾ തിരിച്ചു വന്നതേക്ക് നല്ല വൈകി കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ വേണ്ടി, അതായത് ഈ വീഡിയോ അത് കഴിഞ്ഞിട്ടാണ്, അതായത് പിറ്റേ ദിവസമാണല്ലോ വരുന്നത്, 17-ാം തീയതിയാണല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ നമ്മുടെ വീടിന്റെ കാര്യങ്ങളും ഒക്കെ. അപ്പം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് സ്നേഹിക്കുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം റെഡിയാവാതെ പറയണ്ട. അപ്പോൾ നമ്മളോട് സ്നേഹം കൊണ്ടാണ് ഉറപ്പായിട്ടും. പക്ഷേ എനിക്ക് ഈ നമ്മളെ സ്നേഹിക്കുന്നവർ, ഇപ്പൊ എൻ്റെ ആമിച്ചൻ ജനിച്ച സമയത്താണെങ്കിലും ആമിച്ചന്റെ നിക് നെയിം ആമി എന്നുള്ളത് പേരിട്ടത് നമ്മുടെ ഈ ഫാമിലിയാണ്. ആ ആമി എന്നുള്ള പേരിൽ ആമീസ് വേൾഡ് ഒരു ഷോപ്പ് അല്ലെങ്കിൽ അതൊരു ബ്രാൻഡാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ചങ്ങനാശ്ശേരിയിൽ ബ്രാൻഡാന്ന് പറയാൻ വേണ്ടി ഒരു ഇതെന്ന് വെച്ചാൽ മറ്റാനിറ്റിയിലും ഇപ്പം എവിടെ നിന്നൊക്കെയാണ് അന്വേഷിച്ചത് എല്ലായിടത്തുനിന്നും. ഇപ്പം നമ്മുടെ ഈ ഒരു എന്തായാലും ഒരു 200 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതല്ലാതെ ഓൾ കേരള എല്ലാം പുറത്തുള്ളവരും എല്ലാവരും അന്വേഷിച്ചു എല്ലാം. അതപ്പോ നമ്മൾ ആമീസുകളിൽ ഒരു ബ്രാൻഡ് ആക്കിയിരിക്കും ഉറപ്പായിട്ടും. അപ്പം അതൊക്കെ വലിയ ഡ്രീമാണ്. അപ്പൊ നമുക്ക് പ്രൊഡക്ട്സ് ഒക്കെ ഇറക്കണം. അപ്പൊ പ്രൊഡക്ഷൻ അതിന് പ്രൊഡക്ഷൻ ഞാൻ ഇറങ്ങാനിരുന്ന സമയത്താണ് ഞാനൊന്ന് വീണ് പോയത്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ചവിട്ടൽ പരിപാടി ഇച്ചിരി ഇതായിരിക്കും. എങ്കിലും സച്ചിനെ ഞാൻ ഗോതയിലേക്ക് അഡ്വക്കേറ്റ് എല്ലാം ആകേണ്ട വരും. അപ്പം അതൊക്കെ അവിടെ ആ വഴിക്ക് പോകുന്നു. അപ്പം അതായത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആമീസ് വേൾഡ് എന്ന് പറയുന്ന ഒരു സംരംഭം തുടങ്ങാനായിട്ട് അതിന് പേര് വരെ കാരണക്കാരായിരിക്കും നമ്മുടെ ഫാമിലിയാണ്. അത് നമ്മുടെ കുഞ്ഞ് ജനിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ നിങ്ങൾ നിന്നെയും ഇട്ടുകൊണ്ടാണ് ആമി എന്നുള്ള പേര് വന്നത്. അപ്പം അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും പറയാറുണ്ട്. അപ്പൊ അതിനകത്ത് തെറ്റും ശരിയും ഇതിപ്പം എന്തോ ആയാലും ഈ ഒരു വർഷം കൊണ്ട് നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പം അത് തുടക്കത്തിൽ തന്നെ ഷെയർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുള്ള കാര്യം. അപ്പൊ ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സും നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ട്, നമ്മുടെ ഈ ഫാമിലി, ഇപ്പൊ എന്റെ ഫാമിലി നിങ്ങൾ ഓരോരുത്തരുമാണ്. അതാണ്. അപ്പം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. ഇനിയിപ്പം വലിയ ദുഃഖങ്ങളുടെ കാര്യമൊന്നും നമുക്കില്ല. ദുഃഖങ്ങളുടെ ഭാഗമെല്ലാം നമ്മൾ ഒഴിവാക്കിയാണ്. അപ്പം നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം. നമ്മുടെ പണിയും വീട് പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ അധികം വൈകാതെ തന്നെ ഏകദേശം എനിക്ക് വലിയ ആഗ്രഹം അടുത്ത മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അപ്പം അതിന്റെ ശുഭമുഹൂർത്തവും കാര്യങ്ങളൊക്കെ കണ്ട് അല്ലേ നമുക്ക് നമ്മളിപ്പം പൈസ ഉണ്ടായിട്ടല്ല നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം വർഷം ITR ഫയൽ ചെയ്യുന്നതാണ്. നമ്മൾ ഗവൺമെന്റ് ടാക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്, GST ഫയൽ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ കടയുടെ ഒരു വർഷത്തെ ടേൺ ഓവർ എന്തായാലും നമുക്ക് ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ അപ്പുറത്ത് അല്ല പല രീതിയിലും നെഗറ്റീവ്സ് ഒക്കെ വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് താല്പര്യമില്ല. അതെ. അപ്പം എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല ടേൺ ഓവർ നമുക്ക് ഷോപ്പിന് 1 ഇയർ ഇപ്പൊ 2 ഇയർ ആയി കഴിഞ്ഞ വർഷം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ അതും വീണ്ടും ഷോപ്പിലോട്ട് ഇറങ്ങി പോവുക തന്നെയാണ്. അതായത് ഷോപ്പിലോട്ട് വീണ്ടും സാധനം എടുക്കും. അപ്പൊ നമുക്ക് തുടക്കത്തിലുള്ള പോലെ സാധനമല്ല, അപ്പൊ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ ഷോപ്പിൽ ഇപ്പം അത്യാവശ്യം എല്ലാ സാധനങ്ങളും കുഞ്ഞുങ്ങളുടെ ഗർഭിണികളുടെ എല്ലാ സാധനങ്ങളും നമുക്ക് കേട്ടാൻ പറ്റും. അപ്പൊ നമുക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാകാതെ പോയി. അപ്പൊ ഇനി അടുത്ത വർഷവും ടേൺ ഓവർ നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതലാക്കണമെന്നില്ല ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ ടേൺ ഓവറും കാര്യങ്ങളും ഒക്കെ കണക്കിലെടുത്ത് നമ്മൾ അടയ്ക്കുന്ന ടാക്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ലോൺ കിട്ടും. അപ്പം അതാണ് നമുക്ക് സാധാരണക്കാർക്ക് മുന്നിൽ അതേ ഒരു മാർഗ്ഗമുള്ളൂ, ലോണാണ് എപ്പോഴും. അപ്പം നമ്മൾ കാറാണെങ്കിലും നമ്മുടെ ഡ്രീം സാധിച്ചെടുത്തത് ലോൺ എടുത്തിട്ടാണ്. അപ്പം ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലോണെല്ലാം തീരും, കാറിന്റെ ലോൺ തീരും. അപ്പം നമ്മുടെ പേരിലോട്ട് വണ്ടി കിട്ടും. അത് സന്തോഷമാണ്, ഒരു സാധാരണക്കാരന്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. വണ്ടി പോലെ എന്റെ സ്കൂട്ടർ പോലെ 20,000 രൂപ വന്ന് ഞാൻ SP ആയിട്ട് കട തുറക്കുന്ന സമയത്ത് ആ ഒരു പൈസയ്ക്ക് ഇത് ഡൗൺ പേയ്മെന്റ് കൊടുത്തെടുത്തേ അതിന്റെ തീർന്നത് ഒരു ഈടെ തീർന്നേ. അപ്പോഴെന്റെ പേരിലോട്ട് വണ്ടി സ്വന്തമായത്.
അതെ. അങ്ങനെയൊക്കെ നമുക്ക് എല്ലാ നമുക്ക് അങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഓരോ കാര്യങ്ങളും. ഒരു രൂപ പോലും കയ്യിലില്ലെങ്കിലും ഇന്ന് നമുക്ക് നമ്മുടെ വീട് എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം, അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥന, അനുഗ്രഹം, കയറി കിടന്നേ പറ്റുള്ളൂ എന്നാണ്. അപ്പം ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമുക്ക് നമ്മള് ലോൺ എടുത്ത് തന്നെ നമുക്കിപ്പോ എന്തായാലും പ്രോപ്പർട്ടിയുടെ കാര്യം ഏകദേശം ആ ലോൺ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എഴുത്തും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് വീടിന്റെ കാര്യങ്ങളിലോട്ടും കൂടെ പോകണം. വലിയ ആഗ്രഹമാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലും അനുഗ്രഹവും പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും. നമ്മൾ അമ്പലത്തിൽ രാവിലെ പോയപ്പോൾ നമുക്ക് ബാക്കി എഴുത്ത് കാര്യങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അവിടെ പറഞ്ഞങ്ങോട്ട് ചോദിച്ചു സ്ഥലം എടുത്ത് കഴിയാറായി. ഉടനെ അങ്ങനെ വെക്കും. അപ്പം ബാക്കി എന്തായാലും ചെയ്യേണ്ടത്, നമുക്ക് പൂജ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല. അപ്പം ഞാൻ അവിടെ എഴുതിക്കുന്നത് ചോദിച്ച് അപ്പം ഗണപതി ഹോമവും ഭഗവതി സേവയും ചെയ്യാൻ പറഞ്ഞു. നാളെ, അതായത് നാളെ ഈ വീഡിയോ എഴുതുന്നത് വെളുപ്പിനെ ഗണപതി ഹോമവും ഭഗവതി സേവയും നമ്മൾ നമ്മുടെ പേരിൽ, അച്ഛൻ്റെ പേരിൽ കേട്ടോ, പേരിൽ അവിടെ അമ്പലത്തിൽ നമ്മുടെ വീടിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത്രയും നമ്മൾ ദൈവത്തിന് മുഴുവൻ ഭാഗം വിട്ടുകൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി കാര്യം നിങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നുണ്ട്. ബാക്കി കാര്യം നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഭാഗം നമ്മളും കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ വേണം. വലിയ ആഗ്രഹമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സന്തോഷമാണെന്ന് എനിക്കറിയാം. കാരണം നമുക്ക് വീടില്ലാണ്ടായ ഒരു സമയം തൊട്ട് നമ്മൾ വാടകയ്ക്ക് കിടക്കുന്നവർ ഇതൊക്കെ കണ്ട് നിങ്ങളെല്ലാവരും പറയാറുണ്ട്, എപ്പോഴും കമൻറ്റ് കാണാറുണ്ട് നിങ്ങൾക്കൊരു ഭവനമായി കാണണമെന്ന്. അതിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്യും ഉറപ്പായിട്ടും. അപ്പം കുറച്ച് വീടുകൾ ഇപ്പം നമ്മളിപ്പം വാടകയ്ക്കാണ്. അപ്പോൾ നമുക്ക് എത്ര നാൾ വാടകയ്ക്ക് എന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റും. അപ്പോൾ ആ വാടകയ്ക്ക് കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ലോൺ അടച്ച് തീരുവാണെങ്കിലും വീട് നമ്മുടെ പേരിലോട്ടാവുമല്ലോ. ഇപ്പം ഭാവിയിലാണെങ്കിലും നമ്മൾ സേഫ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി നമുക്ക് എല്ലാ വാടകയോടൊന്നും താങ്ങാനായിട്ടുള്ള ഒരു ഹെൽപ്പില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം അത് ഭാവിയിൽ നല്ലപോലെ സേഫ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലേ. ഇപ്പൊ ഇറങ്ങിയാലേ എല്ലാ കാര്യങ്ങളും ആവത്തുള്ളൂ. ഇനി അന്ന് നമ്മൾ പറഞ്ഞതാണ് അടുത്ത വർഷത്ത്, പക്ഷെ അതിനുള്ള സമയം ദൈവം ഒരു സമയം നമുക്ക് വെച്ചിട്ടുണ്ട്. ആ കറക്റ്റ് സമയം ആയപ്പോഴാണ് നമുക്കിപ്പോൾ നമ്മുടെ ഒരു സുധിഷേട്ടയാണ് ഇപ്പൊ വീട് വെക്കാൻ തന്നെ കാരണമായിട്ട് സുധിഷേട്ട. എനിക്ക് ഫസ്റ്റ് സുധിഷേട്ടയാണ് കേട്ടോ. അച്ഛൻ്റെ ചേട്ടനാണ്, സുധിഷേട്ടായാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നീ വന്ന് കണ്ടു നോക്ക് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ വന്ന് കണ്ടു, ചച്ചന് വന്ന് കണ്ട വടയെന്നെ ഭയങ്കരമായിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ടു. വേണമെങ്കിൽ എൻ്റെ അടുത്തും ചോദിച്ചു, നമ്മളെല്ലാവരും കൊണ്ട് കാണിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി, അതെല്ലാം നിങ്ങൾ കണ്ടാണ്. അപ്പോൾ സുധിഷേട്ട ഇതിനൊരു കാരണമാണ്. ഒരു ദൈവം നമുക്ക് ഒരാളെ ഒരു കാര്യത്തിന് വേണ്ടി നിയമിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിന് മുന്നേ വരെ നമ്മൾ സുധിഷേട്ടനെ കണ്ടിട്ടോ എടുത്തിട്ടോ അങ്ങനെ ഒരു ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരി വന്നിട്ടാണ് ആളെ കാണുന്നത്. കാരണം ഞാനൊക്കെ ജനിച്ച ടൈമിൽ അവിടുന്ന് ഇങ്ങോട്ട് കുടിയേറി വന്നതാണ്. ഇവിടെയാണ്. അപ്പം ഇവിടെയാണ് അവര് താമസിച്ചു വന്നത്. അപ്പൊ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ എനിക്ക് ചേട്ടൻ ഇവിടെ ഉള്ള കാര്യം. ചാച്ചനും വലിയ വെച്ച് വന്ന് അവിടെ ഉണ്ട്, എല്ലാരും കാഞ്ചാറ് വരെ എടുക്കുകയൊക്കെ എടുക്കുന്നതാണ്. പക്ഷെ ഇവര് ഇനി പോകുന്നല്ലോ, പറയലായിരുന്നു. അപ്പൊ അന്ന് തൊട്ടുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചാച്ചനും വലിയ ചേട്ടൊക്കെ ഉള്ള ഒരിത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ചേട്ടൻ ഇപ്പം എന്നെ അനിയത്തിയെ അച്ഛനെ അനിയനെയും അതുപോലെ ഭയങ്കര സ്നേഹത്തോടെയാണ് നമ്മള് വീട്, അവരും അതുപോലെ തന്നെ ചെറിയ ഇതിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് വന്ന പോലെ തന്നെ ഇതായിട്ട് വന്നതായിട്ട്. ചേട്ടൻ ഇപ്പം ബിസിനസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ചേട്ടൻ നമുക്ക് ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് തന്നു. അതിന് നല്ലൊരു ആ സ്ഥലത്തിൻ്റെ ഓണർ, ഇപ്പം ഓണറായിട്ടില്ല ഒരു പ്രോപ്പർട്ടിയുടെ, പക്ഷെ ആ ചേട്ടനാണെങ്കിലും അതിന് നമുക്ക് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്ത് നിന്നാണ് ഒത്തിരി കാര്യങ്ങൾ കേട്ടോ. നമ്മളടുത്ത് എല്ലാം ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് നമ്മുടെ എല്ലാവരും അവരൊരു കൂട്ടുകാരും മുഴുവനും വരും. കണ്ണൻ ചേട്ടൻ അവരെല്ലാം എടുത്ത് ഈ കാര്യത്തിൽ പറയാനുള്ളതുണ്ട്. കണ്ണൻ ചേട്ടനെ, സുധീഷ് ചേട്ടായി, ചേട്ടൻ്റെ പേര് ഷാജി എന്നാണ്, ചേട്ടൻ്റെ പേര്, ഓണറിൻ്റെ പേര് ഷാജി എന്നാണ്. അപ്പോൾ വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ, ഷാജി എന്നാണ് പേര്. അപ്പം അവർ 3 പേരും അതുപോലെ നാശ് ചേച്ചിയും പിള്ളേരും എല്ലാം നമ്മുടെ എല്ലാത്തിനും കൂടെ നിന്ന് പ്രാർത്ഥിച്ച് അത് നടക്കും. അപ്പോൾ നീ അവിടെ തന്നെ വെക്കും, വീട് വെക്കും എന്ന് പറഞ്ഞത് ചെയ്ത് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നടന്നു. എനിക്ക് ഭയങ്കര സന്തോഷം ആ കാര്യം പറയാൻ. കാരണം വീട് വെപ്പ് നടന്നില്ല, ആ ഒരു സ്ഥലം തന്നെ നമ്മൾ വാങ്ങിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇടയാക്കിയത് സുധീഷ് ചേട്ടായിരുന്നു. അപ്പൊ ഇനി നമ്മുടെ ഒരു ആഗ്രഹം, ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള ആ ഒരു വീട് നിർമ്മിക്കുന്ന, സ്വപ്ന ഭവനം നിർമ്മിക്കുന്ന കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് കിടക്കാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ട്. 2024 കഴിയുന്നതോടെ നമുക്ക് പുതിയ വീട്ടിലോട്ട് കയറി താമസിക്കണമെന്നാണ് വലിയ ആഗ്രഹം.
ഡിസംബർ വരെ അച്ഛന് ചെറിയൊരു ഇതുണ്ടായിരുന്നു, ദോഷമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും നമ്മൾ ഇതിന് മുന്നേ എഴുതിക്കേണ്ടതായിരുന്നു. അപ്പൊ ഡിസംബർ അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നതാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ദൈവം ഉണ്ടെന്നുള്ള ശക്തി ഉണ്ടല്ലോ. അതിപ്പം ഏത് ദൈവമാണെങ്കിലും അപ്പൊ നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നിടത്ത് നോക്കിച്ചപ്പം അങ്ങനെ പറഞ്ഞു. അപ്പൊ ഡിസംബർ കഴിഞ്ഞിട്ട് എഴുതിക്കാന്ന് വിചാരിച്ചു. കറക്റ്റ് ടൈമിലായപ്പോ തന്നെ നമുക്കും കാര്യങ്ങളൊക്കെ. അപ്പം കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം മണ്ണെടുക്കുന്ന അതിന്റെ ആ ഒരു പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മണ്ണെടുത്താലേ നമുക്ക് അവിടെ ആ ഒരു പ്ലാൻ എങ്ങനെ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ കുറച്ച് വീടുകൾ, ഇതിലൊരു വീടായിരിക്കും നമ്മൾ പണിയുന്ന ഉറപ്പായിട്ടും. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ നമുക്ക് അറിയണം, ഏതാണ് ഇതിനകത്ത് ഏറ്റവും ബെറ്റർ ഏതാണ്. അപ്പം നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒത്തിരി വലിയ ലക്ഷറി അല്ല, ലക്ഷറി എന്നല്ല, നമുക്ക് അതിനകത്ത് അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടക്കാനായിട്ടും അവർക്ക് കളിക്കാനായിട്ടും ഒക്കെ ചുട്ടി എണീറ്റോ. അപ്പം അവർക്ക് ഫുള്ളായിട്ട് ഉള്ള ഒരു സെറ്റപ്പ് അവർക്ക് വേണ്ടി ഉണ്ടാക്കണമല്ലോ. അപ്പം നമുക്ക് വേണ്ടിയിട്ടല്ല വീട് ഉണ്ടാക്കുന്നത്, എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരിത്. അപ്പം അവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിന് കുറേ പ്ലാൻസ് ഉണ്ട്. ഇപ്പം ഇവളാണെങ്കിലും ഇവള് കാരണം ഇപ്പം ഞാൻ ചില സമയം ഫോൺ എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ പേര് വിളിക്കുവേ, ഇടയ്ക്ക് വിളിക്കും. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവളുടെ ഫോണായിരിക്കും ചിലപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ വിളിക്കും, സാറേ ഇനി ഇന്റീരിയർ ചെയ്യുന്നായിരുന്നേ, എപ്പോഴാണ് നമ്മുടെ പണി തുടങ്ങുന്നത്, എന്തുവായി, എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടോ, എവിടുന്നാ വിളിക്കുന്നത്. അതായത് ഓരോ ഇന്റീരിയേഴ്സിനും ഇവിടെ വിളിച്ച് ഇങ്ങനെ അന്വേഷിച്ച് എൻക്വയറി ചെയ്ത് ഇത് കഴിഞ്ഞ വർഷമേ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. അതായത് നമ്മൾ സ്ഥലത്തിന്റെ ആ ഒരു ഇതൊക്കെ കൊടുത്തല്ലേ അന്നേരം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. അപ്പൊ എന്തായാലും അതിനകത്ത് സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളുടെ ആ ഒരു തീമും കാര്യങ്ങളും ഒക്കെ ഇന്റീരിയർ ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഫുൾ വീടിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, എന്തൊക്കെ കുറച്ച് ഇത് ചെയ്യാം. ഇന്നത്തെ കാലത്ത് അന്നത്തെ പോലല്ല, ഇന്ന് കുറെ കാര്യങ്ങളുണ്ട്. അതപ്പം ഏറ്റവും ചിലവ് കുറഞ്ഞ് ചെയ്യുന്ന രീതിക്കുള്ളതുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര കൂടിയ രീതിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സെയിം സാധനം തന്നെ കുറഞ്ഞ റേറ്റിന് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. പക്ഷെ കാണുമ്പോൾ ഭയങ്കര ലക്ഷറി ആയിട്ട് തോന്നും. പക്ഷെ എന്റെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്. അത് നമുക്ക് ഒത്തിരി ലക്ഷറി പിടിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും, നമ്മുടെ ഈ ഒരു ഫാമിലി എല്ലാവരും, അച്ഛ, അമ്മ, ചിറ്റമ്മ, വാവച്ചി കല്യാണം കഴിക്കാൻ പോകുന്ന നമ്മുടെ അളിയച്ചാര്, എന്റെ അളിയെന്ന് തന്നെ പറയാം, അളിയച്ചാര്, ഞാൻ ഇവള്, ഞങ്ങൾ റൊമാൻറ്റിക് കപ്പിൾസ് ആണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് 2 പേർക്കും സെപ്പറേറ്റ് റൂം പണിയണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് സെപ്പറേറ്റ് അല്ല, ഒരു റൂമിനകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ മേലിലോട്ടൊക്കെ പോലെയൊക്കെ കുറെ പ്ലാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ കുറെ പ്ലാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് നടന്ന് കിട്ടണമെന്നില്ല, ആഗ്രഹമുണ്ട്. നമുക്ക് പണിയാൻ പറ്റുന്ന പോലെ. ഇപ്പം റൂംസ് കുറവാണേലും അത്യാവശ്യം സൗകര്യങ്ങളോടെ നമുക്ക് ചെയ്യണമില്ല. ഇപ്പം നമുക്ക് എന്തായാലും മുറ്റത്ത് റോഡുണ്ട്, ടാറിട്ട റോഡാണ് നമ്മുടെ തൊട്ട് മുറ്റത്ത്. നമ്മുടെ സ്ഥലത്തിന്റെ അതിരോട് ചേർന്ന് ടാറിട്ട റോഡ്, നമുക്ക് നേരെ ടാറോട്ടിലോട്ട് ഇറക്കിയാൽ മതി. പഞ്ചായത്ത് റോഡാണ്. വെള്ളമുണ്ട്, കിണറുണ്ട്, അത് എല്ലായിടത്തും. ഓൾറെഡി ഇപ്പോൾ ഒരു കിണറുണ്ട്, അത് നമുക്ക് മൂടണം. കാരണം കുറെ നാൾ ഉപയോഗിക്കാതെ കിടന്ന് വേസ്റ്റ് ഒക്കെ ആൾക്കാരൊക്കെ ഇട്ട് അങ്ങനെ ഉറപ്പായിട്ട് ഇട്ട് കാണും. അതെ അതെ. ഇപ്പൊ നമുക്ക് കറണ്ട് വലിക്കണമെങ്കിൽ ഒരു 30 മീറ്റർ പോലും ഇല്ല, നമ്മുടെ മുറ്റത്ത് തന്നെയാണ് പോസ്റ്റ്. അങ്ങനെയൊക്കെ ദൈവം അനുഗ്രഹിച്ച് അത് എന്തായാലും അത്രയും നല്ലൊരു സ്ഥലം തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നല്ല ചുറ്റുമതിലൊക്കെ കയറ്റി കുഞ്ഞുങ്ങൾക്ക് പ്ലേ ചെയ്യാനായിട്ടൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോകൾ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരെണ്ണമായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. ഇതാണ് ഈ ഫസ്റ്റ് വീഡിയോ കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കിഷ്ടം എല്ലാ വീഡിയോകളും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ഇത് എത്ര എടുത്ത് വെച്ചേക്കുന്നത്, ഇതെല്ലാം കാണിച്ചത് കേട്ടോ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ഒരു മോഡലാണ് കേട്ടോ. സെപ്പറേറ്റ് നിൽക്കുന്ന ടൈപ്പ്. നമുക്ക് 12 സെന്റാണ് നമ്മുടെ സ്ഥലം. അപ്പൊ അത്യാവശ്യം സ്ഥലമുണ്ട്. അടിപൊളിയല്ലേ ഈ രണ്ടാമത്തെ വീട്. ഇത് ഒത്തിരി വലിപ്പമുള്ള വീടല്ല, പക്ഷെ അതിനകത്ത് അത്യാവശ്യം റൂംസും കാര്യങ്ങളൊക്കെ നല്ലൊരു ഭംഗി കാണുന്നുണ്ട്. ഉള്ളിൽ അത്ര ഇത് ചെയ്യണത് നമ്മൾ സ്ക്വയർ ഫീറ്റ് ഒക്കെ അല്ലേ, ഇത്ര സ്ക്വയർ ഫീറ്റ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 200-500 സ്ക്വയർ ഫീറ്റ് ആണ്. അടിപൊളിയാണ്. വൈറ്റ് ഹൗസ്. ഇത് ഈ വീട് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ബഡ്ജറ്റ് വരെ എടുത്തു. സത്യം പറഞ്ഞാൽ
നമുക്ക് ലോൺ കിട്ടുന്ന ആ ഒരു എമൗണ്ടിലൊക്കെ നിൽക്കുന്ന ഒരു വീടാണ്. പക്ഷെ ഇതിന്റെ ആ വൈറ്റ് ഒക്കെ കണ്ടിട്ട് എല്ലാ വർഷവും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ നമുക്ക് പറ്റുമോ എന്നൊരു ഡൗട്ട് അല്ലേ. പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീടാണ്. നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അതൊരു വെറൈറ്റി ഡിസൈൻ ആയിട്ട് തോന്നി. പുറത്തേക്കുള്ള ഒരു രീതിക്ക് ഇപ്പോഴും എല്ലാവരും വെക്കുന്ന ഒരു മോഡൽ അല്ലാതെ. അടുത്തത് ഇത് കേട്ടോ, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആണ് പക്ഷെ നല്ല രസമുണ്ട്. ഒറ്റ നിലയാണ്. നമ്മുടെ നമുക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീട്. എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീട്. സൂപ്പർ. ഇവിടെ ആകെ ഞാൻ പറയാം സത്യസന്ധത, ഇത് ആകെ ഇച്ചിരി ഇത് ഇന്നത് വേണം ഇന്നത് വേണമെന്നുള്ള ആഗ്രഹമുള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ സത്യമായിട്ടും. അത് എൻ്റെ ആഗ്രഹമാണ് കേട്ടോ, ഇങ്ങനെ എന്നൊക്കെ വേണം എന്നുള്ളത്. പക്ഷെ അച്ഛനെ ചെറിയ വീട് പെട്ടെന്ന് തന്നെ വെക്കായിരുന്നു. നമുക്ക് പെട്ടെന്ന് ചെറിയ വീട് അങ്ങനെ വെച്ച് മാറിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഒരിക്കലും അങ്ങനെ ഇറങ്ങി ഒത്തിരി പ്രാവശ്യം പിന്തിരിപ്പിച്ച് ചെയ്തതാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു വീട് വെക്കുള്ളൂ. നമുക്ക് ഒന്ന് വെച്ചതിൻ്റെ പുറത്തൊന്നും വെച്ച് നമുക്ക് അങ്ങനെ ഒന്നും പോകാനായിട്ട് ഒരിക്കലും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വെക്കുമ്പോൾ ഒരു നല്ല വീടായിട്ട് വെച്ച് പതുക്കെ കയറി വന്നാലോ അല്ലെങ്കിൽ ഒന്ന് കയറി വരുന്നതായിട്ട് നമുക്ക് ഷെഡ് വെച്ച് അതിൻ്റെ അടുത്തോട്ട് ചേർന്ന് താമസിക്കാനാണെങ്കിലും പറ്റും. ഇപ്പോൾ നമ്മൾ പോയി നിന്നിട്ട് ഇവരെ ഒരു സേഫായിട്ട് അല്ലെങ്കിൽ മാമിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരുമിച്ച് ഒരു വീട്ടിലെ ചേട്ടാടെ കൂടെ അങ്ങനെ നിർത്തിയിട്ടാണെങ്കിലും നമുക്ക് വെക്കുമ്പോൾ നല്ല ഭംഗിക്ക് തന്നെ എല്ലാം ഇണങ്ങിക്കൊണ്ട് തന്നെ വെക്കണം എന്ന് എനിക്കത്. ആദ്യം വെച്ച് ഞാൻ പറഞ്ഞു നമുക്കൊരു ചെറിയ മാത്രം വെച്ചിട്ട് പതുക്കെ നമുക്ക് മേലോട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കുറച്ച് പേരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, പതുക്കെ പതുക്കെ കിട്ടുന്നത്. പക്ഷെ അത് നടക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് പിന്നെ പണിയായി. ഇപ്പം നമുക്ക് അടുത്താണെങ്കിലും വീട് വെക്കുന്നത് ഇപ്പം പൊളിച്ചിട്ട് പിന്നെ എത്ര നാൾ മാറി താമസം. പിന്നെ ഇപ്പം നമ്മളിപ്പം തൊട്ട് ഇപ്പോൾ തെക്കാരാണെങ്കിലും ഇപ്പോൾ കയറി താമസം വന്നാൽ പിന്നെയും വാടകയ്ക്ക് മാറണം, പിന്നെയും പൊടി കാര്യങ്ങളെല്ലാം ആയിട്ട് പിന്നെ ഇതാവും. ഇത് പിന്നെ എക്സ്പെൻസ് കൂടത്തേ ഉള്ളൂ. ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മേ ബി ഇതായിരിക്കാം ഏറ്റവും ചാൻസ് കൂടുതൽ. കാരണം ഒത്തിരി ബഡ്ജറ്റിന്റെ ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഒരു രക്ഷയില്ലല്ലോ ഡബ്ബോ. പക്ഷെ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ പുറകില് വലിയ മണ്ണെടുത്ത് കഴിയുമ്പോഴത്തേക്കും വലിയ തിട്ടിൽ പോയാവും ബാക്കില്. ഇല്ല വീടിന്റെ പൊക്കത്തില് തിട്ടില് നമുക്ക് പണിയാൻ കേട്ടോ. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. സ്വപ്നം ഒരുപാട് കാണുക. സ്വപ്നത്തിലായപ്പം എന്നോട് റൂബിയമ്മ പറഞ്ഞു തന്നെ, അമേരിക്കയിലെ റൂബിയമ്മ പറഞ്ഞു തന്നാണ്, പൂസ നീ സ്വപ്നം അത്രയും ഹൈതിൽ കണ്ടു, നിനക്ക് അത് നടക്കും. അന്ന് അമ്മ ഇവിടെ വന്നപ്പോ എന്നെ സാബിനെയും ഞങ്ങളെല്ലാവരും വിളിച്ച് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയായിരുന്നു ഇവിടെ കാന്താരി ചങ്ങനാശ്ശേരി. അപ്പൊ അമ്മ അന്ന് പറഞ്ഞു കണ്ടിട്ട് പോയാണ് കേട്ടോ. വലിയ സ്വപ്നങ്ങൾ കാണുക, അത് നടക്കും. അതിന്റെ പകുതി ആണെങ്കിലും നടക്കും. അപ്പൊ നമ്മള് സ്വപ്നത്തെ കണ്ടോന്നല്ലല്ലോ നമുക്കൊരു ഷോപ്പ് പണിയാൻ പറ്റുമെന്നോ ഒരു കാർ മേടിക്കാൻ പറ്റുമെന്നോ ഇനിയിപ്പോ ഇത് ഈ ഒരു വീടാണെങ്കിലും വാടകയ്ക്ക് നിൽക്കാൻ പോലും പറ്റുമെന്നോ ഒരിക്കലും ഓർത്തല്ല. അപ്പം അതൊക്കെ നടക്കും. അപ്പം ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത ഇത് വേറൊരു കളർ കൊടുക്കണം. ഇത് ടൈലാണ് സിറ്റി ഒട്ടിച്ചേക്കുന്നത് അല്ലേ? ഇത് വേറെ കളർ കൊടുക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതും കൊള്ളാം കേട്ടോ. വൈകിട്ടൊക്കെ പോയി മേളിൽ ഇരുന്ന് കുഞ്ചസിനോട് സൊറയൊക്കെ ചൊല്ലി രണ്ടടിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇത് കൊള്ളാം. ഫ്രണ്ട് ഒരു ബെൻസ് ഒക്കെ ഇട്ട് അടിപൊളി കൊള്ളാം കേട്ടോ. സൂപ്പർ. വൈറ്റിൽ ഫിനിഷില് വന്നേക്കുന്നുണ്ടോ? അതെ, എനിക്ക് വൈറ്റിനോട് കുറച്ചുകൂടി ഭയങ്കര കമ്പം. പക്ഷെ ഓർക്കുമ്പോ ഇടുക, പക്ഷെ അത് വൈറ്റ് എപ്പോഴും എപ്പോഴും ലുക്ക് ആയിരിക്കും. ഇതൊരു കണ്ടംപററി. ഇപ്പൊ എല്ലാരും പണിയുന്ന ഒരു മോഡൽ ഇതാ, മറ്റേ ബോക്സ് മോഡലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല കൊറേ പോർഷൻസിൽ കണ്ടോ. ഇവിടുന്ന് ഓപ്പണിംഗ് കൊണ്ട് അച്ഛൻ ഞാൻ ഇവിടെ വന്നിറങ്ങിയിരിക്കും, അമ്മ അച്ഛൻ ഇപ്പുറത്ത് വന്നിറങ്ങിയിരിക്കും, ആ വെച്ച് അവിടുന്ന് ആ സൈഡിന് ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് ചിറ്റിയാമേ അമ്മയും പിള്ളേരും ആ സെറ്റ് വന്നിരുന്നുണ്ട്. മരം ഇവിടെ നട്ടതാ, ഇതിനകത്തൂടെ കയറി വന്നിട്ടുണ്ട്. അങ്ങനെ അവരുത് ചെയ്തേക്കുന്നത്. ഇപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യണം. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി വെക്കണം. ഇത്രയും വീടുകളാണ് എടുത്തു വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഏത് വീടാണ് ഇഷ്ടപ്പെട്ടത്? 1 ആണ്, 2 ആണ്, 3 ആണ്, 4 ആണ്, 5 ആണ്, 6 ആണ്, ഏത് വീടാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും എല്ലാം ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വീട് അടുത്ത വർഷത്തിനുള്ളിൽ നമുക്ക് പണിയണം. ഒരു വർഷം കൊണ്ട് തീരുമോന്നും അറിയത്തില്ല, എങ്കിലും നമുക്ക് 2024 തന്നെ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഫുള്ള് പണി തീർന്നിട്ടില്ലെങ്കിലും നമുക്ക് വാടക കാരണം ഒത്തിരി നാൾ ഇവിടെ ഇല്ല, ഇവിടുത്തെ ഇത് തീരും. അപ്പം നമുക്ക് ഇവിടുന്ന് മാറണം, അല്ലെങ്കിൽ നമ്മൾ പണി തീർന്നിട്ടില്ലെങ്കിൽ വേറെ വാടക വീട്ടിലോട്ടായിരിക്കും ഒരു കുഞ്ഞു വീട്ടിലോട്ട് അടുത്ത് തന്നെ നമ്മുടെ
ചെറിയ വാടകയ്ക്ക് കുഞ്ഞു എല്ലാവർക്കും ഇവിടെ വീടുണ്ടാക്കി. അങ്ങനെ ഒത്തിരി വലിയ വീട് കിടക്കാൻ വേണ്ടിയുള്ളതൊന്നുമില്ല. നമ്മള് നമുക്ക് ഒത്തിരി സാധനം ഉള്ളതിന്റെ പേരില് നമുക്ക് വീഡിയോയിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മള് മാത്രം ആർക്കും ഇങ്ങോട്ട് വരെ നമ്മള് നോക്കുന്നവരാണ് അമ്മയ്ക്ക് വെച്ചിട്ട് വെച്ചിട്ട് ഒരു ഇത്രയും വലിയ വീട് എടുക്കാൻ പറ്റുന്ന ഒരു താല്പര്യം ഇപ്പോഴും ഇല്ല. പക്ഷെ നമ്മളെ കൊണ്ട് കൊടുത്തു പോകാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നമുക്ക് നമ്മുടെ ഒരു സേവിങ്സ് അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് മാറ്റിയെടുക്കണം. നമുക്ക് ഇതിന്റെ പകുതിയിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ആ സൗകര്യം മതി. പണ്ടത്തെ തേക്കാത്ത വീടാണെങ്കിലും ഒന്നും കുഴപ്പമില്ല, നമ്മളവിടെയൊക്കെ കിടന്ന് ശീലിച്ചോട്ടുള്ള രണ്ട് വിഷയമില്ല. നമുക്ക് അതൊക്കെയാണ് കുറച്ചുകൂടെ അല്ലേ. അപ്പൊ വീട് പണിയുന്നോടെ വരെ ആ ഒരു ഇതിലോട്ടൊക്കെ തൽക്കാലം മാറാമെന്ന് വെച്ചു. അപ്പൊ ഇതൊക്കെയായിരുന്നു സ്വപ്നങ്ങള്. ഇനിയിപ്പോ കല്ല് ചുമക്കാനും മണ്ണി ചുമക്കാനും ഒക്കെ വേണ്ടി പോണം. നടു വയ്യാത്തോണ്ട് ആ ഒരു ഇതെടുത്ത് മാറിയിരിക്കാൻ ചിലർക്ക് ശാന്തി പറയാം. അങ്ങനെ പറയണ്ട. അപ്പം എല്ലാം നമുക്ക് തന്നെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ നമുക്ക് തന്നെ ചെയ്യണം. അത്യാവശ്യം കുറെ പണികളുണ്ടല്ലോ, അപ്പം അതൊക്കെ നമുക്ക് തന്നെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അതൊക്കെ പിന്നീട് നമുക്ക് കാണാം എന്തായാലും അല്ലേ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മൾ എന്തായാലും അപ്ഡേഷൻസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. കാരണം അതിൽ ഹാപ്പി ആവുന്നവരാണ് കൂടുതൽ പേര്. പിന്നെ അതിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യും. ഇപ്പം നല്ല നൈറ്റ് ആയി കേട്ടോ. നമ്മൾ നല്ല വൈകി പോയി കടയിലൊക്കെ പോയിട്ട് വന്നിട്ടൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ. അപ്പം ആവശ്യം നേരത്തെ ഉറങ്ങിപ്പോയി കേട്ടോ. അതുകൊണ്ട് ആവശ്യം വീഡിയോക്കകത്ത് ഇല്ലാതായി പോയത്. അതെ. നമ്മളെ ഈ കുറച്ച് ദിവസമായിട്ട് കുറച്ച് തലവേദനകളുടെ പുറകെയാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോക്കകത്ത് അത്ര ഒരു വരാത്തത്. അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. സമയം കിട്ടാനിതാണ്. അതെ. അപ്പം കുറച്ച് തലവേദന പിടിച്ച പരിപാടിയാണ്. കാരണം കുറേ നമ്മൾ പുറകോട്ടും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ച് ലിങ്കുകളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പുറകെയാണ്. നമുക്കത് കുറേ തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഓട്ടത്തിലും ബാക്ക് ഇതിലുമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാനും പറ്റാത്തത്. അത് എല്ലാവരും ക്ഷമിക്കണം. 2-3 ദിവസത്തേക്ക് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുള്ള് ഓക്കെ ആയിട്ട് വന്നിരുന്നിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ലോൺ കാര്യങ്ങൾ റെഡി ആയ ഉടനെ പറയാനായിരിക്കും. ലോൺ ഓൾറെഡി നമ്മൾ കുറേ പേര് കോൺടാക്ട് ചെയ്തായിരുന്നു, അവരെയും കൂടെ തിരിച്ച് കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പം നമ്മളോട് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞ് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളോടത്തിന് ബാക്കി പൈസകൾ കൊടുത്തിട്ട് ഒരുമിച്ചിന് അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം വേണം. 2 കൊച്ചുമക്കളാണ്. ആദ്യത്തെ നമ്മുടെ വീട് പണിയുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാനിങ് ആണ്. അത് ആ ഫാമിലി താമസിക്കുന്ന അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കാൻ പോകുന്ന എല്ലാവരോടുള്ള ഒരു പ്ലാനിങ് ആണ്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങനെ ആലോചിച്ച് ഇതിനകത്ത് ഇത്രയും വീടുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അതായത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് ഇഷ്ടപ്പെട്ടു. നമുക്ക് മരണകാലം വരെ ജീവിക്കേണ്ട വീടാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വീടുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. എന്നാലും എനിക്ക് കുറച്ച്, കാരണം നമ്മുടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വീട് പണിയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ടുകൂടെയാണ് കൂടുതലും ഷെയർ ചെയ്യുന്നത്. ഒരു വീട് പണിയാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഒത്തിരി ഇത്രയും വലുതായി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ എടുത്താൽ നമ്മ അതിനെ കൊണ്ട് സാധിക്കുമോ. അങ്ങനെ എന്തുവാന്ന് വെച്ചാല് നമുക്ക് തന്നെ അനുഭവമുണ്ട് കാര്യങ്ങളൊക്കെ. പണിയുന്ന വീടുകൾ ഒട്ടും ഭയങ്കര ഇതായിട്ട് പണിയുള്ളൂ, ലോക്കലായിട്ട് പണിയത്തുള്ളൂ. അപ്പം അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിന് പണിയുന്നവര് ഭയങ്കര ഇതായിട്ട് പണിയത്തുള്ളൂ. വെറും ലോക്കൽ സാധനങ്ങളിട്ട് പണിയത്തുള്ളൂ. അത് നമുക്ക് അറിയാം. നമുക്ക് കുറേ കോൺട്രാക്ടേഴ്സിനും കാര്യങ്ങളൊക്കെ അവരോടൊക്കെ സംസാരിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വിശ്വാസമുള്ള കോൺട്രാക്ടറെ വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് മുമ്പ് നമ്മുടെ പേര് പറഞ്ഞു പോയായിരുന്നു. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ഒത്തിരി നീട്ടുന്നില്ല. എല്ലാവർക്കും ടാറ്റാ.